തമ്പിലിട്ട് വീഡിയോ ഇടും. അത് കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. ഇവനെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊരു തമ്മിൽ ഉണ്ടായിരുന്നു, പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞത്. അത് കുറച്ച് ഓവറായി എനിക്ക് തോന്നിയിരുന്നു. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിന്ന ആളെ പറ്റിക്കൽ സീരിയൽ പരമ്പരയ്ക്ക് ശേഷം നമ്മുടെ മല്ലു ഫാമിലി ചില വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കറിയാം 1 മാസം മുമ്പ് ഇവർ എന്താണ് ചെയ്തതെന്ന്. കുറെ തംബ്നെയിൽസ്, അതായത് ഫേക്ക് ആയിട്ടുള്ള കുറെ തംബ്നെയിൽസ് സൃഷ്ടിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണെന്ന് വരുത്തി തീർത്ത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്നു. ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഭാര്യയ്ക്ക് പറയാനുള്ളത് ആ ചാനലിലൂടെ പറയുന്നു, ഭർത്താവിന് പറയാനുള്ളത് ഈ ചാനലിലൂടെ പറയുന്നു. എന്നിട്ട് 2 ചാനലും ഒരേപോലെ വളർത്തിക്കൊണ്ടുവരുന്നു. പുതിയൊരു ചാനൽ സൃഷ്ടിച്ച് ചുരുക്കം ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു, ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാക്കുന്നു. അങ്ങനെ 2 ചാനൽ അവർ സൃഷ്ടിച്ചെടുക്കുന്നു. ആദ്യം ഒരു ചാനൽ അവർക്ക് ഉണ്ടായിരുന്നു, മല്ലു ഫാമിലി. രണ്ടാമത്തെ അവരുടെ സെക്കൻഡറി ചാനലായിട്ടുള്ള പൊന്നൂസിന്റെ ചാനൽ അവർ വളർത്തിക്കൊണ്ടുവരുന്നു. അതിലൂടെ ആളെ പറ്റിക്കുന്നു, അവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടാക്കുന്നു. അവസാനം അവർ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു ഒന്ന് ചേരുന്നു. എന്തായാലും അവരിപ്പോൾ ബിഹൈൻഡ് വുഡ്സിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഈ ചെയ്ത കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ ഇന്റർവ്യൂവിൽ ഇവരെന്താണ് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ, അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളതൊരു അതിനെ ചൊല്ലിയിട്ട് കമന്റ്സ് തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഞാൻ ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് ആയിരുന്നു വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ്. പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലിന് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. അത് ശരി. അപ്പൊ അത് തന്നെ അല്ലേ സുജിനെ ആ ആങ്കറും ചോദിച്ചത്? നിങ്ങൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള തംബ്നെയിൽസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽസ് ഇടുന്നു, റീച്ച് കൂട്ടുന്നു, ഏണിങ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെയല്ലേ ചെയ്യുന്നതെന്നല്ലേ ആ ആങ്കർ ചോദിച്ചത്? അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി സുജിൻ കൊടുക്കുകയും ചെയ്ത്. ഒരു ദിവസം പൊന്നൂസ് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനൊരു തംബ്നെയിൽ അങ്ങ് ഇട്ടു, നെഗറ്റീവ് ആയിട്ടൊരു തംബ്നെയിൽ അങ്ങ് ഇട്ടു, പൊന്നൂസ് എവിടെയെന്ന്. അപ്പം സുജിൻ പ്രതീക്ഷിക്കാതെ അത്രയും വ്യൂ അതിന് കിട്ടി. അപ്പൊ സുജിൻ എന്തോ ചെയ്തു, ഈ സ്ട്രാറ്റജി കൊള്ളാമല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂ വരുന്നുണ്ട്, എന്നാൽ ഇനി ഫുള്ള് ആ ഒരു പാത്തിലൂടെ ആ ഒരു വേയിലൂടെ പോവാം, കുറച്ച് നെഗറ്റീവ് തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ പിരിയാൻ പോകുന്നു, അത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ തൊട്ട് ആ നാടകം സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിന്ന ആ നാടകം നിങ്ങൾ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ആ സീരിയല്, ആ വെബ് സീരീസ് എന്ന് വേണേൽ പറയാം, അത് അവിടെ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു, ആളെ പറ്റിക്കുന്ന വെബ് സീരീസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വ്യൂസിനും ഏണിങ്സിനും വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ നെഗറ്റീവ് തംബ്നെയിൽ ഇട്ടതും കുടുംബത്തിലെ പ്രശ്നങ്ങൾ വെളിയിലോട്ട് കൊണ്ടുവന്ന ആളുകളിലോട്ട് എത്തിച്ചതും. ഇപ്പൊ സുജിൻ പറഞ്ഞു വരുന്നത് സുജിൻ ന്യായീകരിച്ച് സുജിൻ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെ സമ്മതിക്കുകയാണ്. സുജിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സുജിൻ 2 ചാനലുണ്ട്. 2 ചാനലിൽ പോയിരുന്നിട്ട് ഭയങ്കര ന്യായീകരണങ്ങളാണ്. പക്ഷെ ന്യായീകരിച്ച് അവസാനം പുള്ളി തന്നെയാണ് ചെയ്തത് തെറ്റ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ട് എത്തിക്കും. അതൊരു പ്രത്യേക കഴിവാണ് സുജിരി. ബാക്കി കണ്ടു നോക്കാം. ഇതൊരു തമ്മിൽ ഉണ്ടായിരുന്നു, പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? അങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. അവൻ ആ കാണിച്ച ഊളത്തരം തന്നെയല്ലേ. സ്വന്തം ഭാര്യയെ കുറിച്ച് അവിഹിതം എന്ന് പറഞ്ഞാൽ തമ്മിലിട്ടത് പക്ക ഊളത്തരല്ലേ. ഏതെങ്കിലും ഒരു ഭർത്താവ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിച്ചോളൂ. അവൻ എൻ്റെ ഉത്തരം പറയട്ടെ. അല്ലാതെ അവൻ കാണിച്ചതിന് ഊളത്തരം വെളിവില്ലായ്മ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്നും പറഞ്ഞ് അവൻ തമ്മിൽ ഇട്ടേക്കുന്നു. അതിലൂടെ അവൻ റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കിയിരിക്കുന്നു. ഇവനെയൊക്കെ എന്തോ പറയാൻ. എന്നെങ്കിലും ഒരു ദിവസം ഈ ഫാമിലിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഇവനോട് ചോദിക്കണമെന്ന് വെച്ചിരുന്ന ചോദ്യമായിരുന്നു, എന്ത് തെമ്മാടിത്തരാടോ ചെങ്ങായി നിങ്ങൾ കാണിച്ചെന്ന്. അല്ല, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് അവിഹിതം എന്ന് പറഞ്ഞ് തമ്മിലിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കി അതിലൂടെ വ്യൂവർഷിപ്പ് കൂട്ടി കാശുണ്ടാക്കുന്ന ഈ പുന്നാര ചെങ്ങായിനൊക്കെ എന്നാ പറയണ്ടേ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്നാ പറയണ്ടേ? എന്തായാലും ഇതിനുള്ള ന്യായീകരണം പുള്ളി പറയുന്നുണ്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. അത് ഞാൻ പറയാം, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ
തമ്പലീനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോഴേക്കും ഇപ്പൊ ഐഡിയ തോന്നുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് കൊടുക്കും. അത് ശരി, അത് കൊള്ളാമല്ലോ. ഇപ്പൊ കമന്റ് ഇട്ടവന്റെ നെഞ്ചത്തോട്ടായി. കമന്റിൽ നിന്നാണ് ഞാൻ ഈ തംബ്നെയിൽസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ ഉണ്ടാക്കുന്നത്. ഇത് കൊള്ളാലോടാ പോയി, ഇത് ഒടുക്കത്തെ ന്യായീകരണമായിപ്പോയല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്കെതിരെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് ആണ് ഫുള്ള് വരുന്നതെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് ടൈറ്റിലാക്കൂ. ഒരു ലൈംഗിക ആരോപണം നിനക്കെതിരെ വന്നു എന്ന് വെച്ചാൽ നീ അതെടുത്തിട്ട് ടൈറ്റിലാക്കൂ, അല്ല ചോദിക്കുക. എന്നിട്ട് ഇപ്പൊ കമന്റ് ഇട്ടവരൊക്കെ കിടക്കാൻ പാടില്ല, കമന്റിൽ നിന്നാണ് ഞാൻ തംബ്നെയിൽസും ടൈറ്റിൽസും ഉണ്ടാക്കുന്നതെന്ന്. ഒട്ടക്കത്തെ ന്യായീകരണമായിപ്പോ. ന്യായീകരിക്കുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പ് കാണിച്ചുകൂടെ എന്റെ സുജിനെ നിനക്ക്? എന്തുകൂടാ ന്യായീകരണം എന്റെ സുജിനെ. എന്തായാലും ആ ആങ്കർ ആ ചോദ്യം ചോദിച്ചപ്പോൾ സുജിൻ പറയുന്നുണ്ട് അത് കുറച്ച് ഓവറായി പോയി, അങ്ങനെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ആ തംബ്നെയിൽ കുറച്ച് ഓവറായി പോയി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ സുജിന്റെ ചാനലിൽ നിന്ന് ആ തംബ്നെയിലും ആ ടൈറ്റിലും മാറ്റണ്ടേ? ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷം കയറി നോക്കി, പുള്ളി അത് മാറ്റിയിട്ടൊന്നുമില്ല. സുജിന്റെ ചാനലിൽ ഇപ്പോഴും ആ തംബ്നെയിലും ടൈറ്റിലും അതേപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പം ചുമ്മാ ഇരുന്നങ്ങനെ ന്യായീകരിക്കുക, ചുമ്മാ പറഞ്ഞേക്കുക എനിക്കത് അങ്ങോട്ട് ഇച്ചിരി ഓവറായി പോയി എന്ന് തോന്നി, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ ഗൈസ്. അത് പറച്ചില്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് തോന്നിയിരുന്നെങ്കിൽ ആദ്യം അത് മാറ്റത്തില്ലായിരുന്നു. ആ തംബ്നെയിലും മാറ്റിയേനെ, ആ ടൈറ്റിലും മാറ്റിയേനെ. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ചുമ്മാ ഇരുന്നങ്ങ് പറഞ്ഞേക്കുക, ചുമ്മാ എറിയ കൊള്ളോണെ കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അല്ലേ. അപ്പൊ എന്തായാലും ഈ ആരോപണം വന്നിരിക്കുന്നത് നമ്മുടെ പൊന്നൂസിനെ കുറിച്ചിട്ടാണ്. പൊന്നൂസിന് ഇതിൽ എന്താണ് പറയാനുള്ളത് നോക്കാം. ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു തംബ്നെയിൽ. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയാം ഇങ്ങനെ തംബ്നെയിൽ വന്നതാണ്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിയിട്ടുണ്ടായിരുന്നാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ കമന്റ്സ് വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് ആദ്യം വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തംബ്നെയിൽ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടനെ തംബ്നെയിൽ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് അങ്ങനെ വന്നുകൊണ്ടും എല്ലാവർക്കും അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കുറെ ആ കമന്റ്സിൽ നിന്ന് കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടന് ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നും അല്ല എന്നാണ് വീഡിയോ. അയ്യേ, എന്തുവാണോ ഈ പറയുന്നത്? ഞാൻ വിചാരിച്ചത് അവനെ താടിക്കിട്ട് തട്ട് കൊടുത്തിട്ട് മേലെ ഇമാതിരി പരിപാടി കാണിച്ചു പോരുതാന്ന് പറയുന്ന. എന്ത് ന്യായീകരണമാണ്, എന്ത് സപ്പോർട്ടാണോ? സ്വന്തം ഭർത്താവ് തന്നെ കുറിച്ചിട്ട് ഇല്ലാക്കഥ, അതും അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് അത് എവിടെയാണെന്ന് പറഞ്ഞേക്കുന്നത്? യൂട്യൂബിൽ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ കാണുന്ന ഈ സാധനത്തിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന തൻ്റെ തൊലിക്കെട്ടി വളരെ അപാരം. എൻ്റെ പൊന്നൂസേ, നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും തോറും ഇനി വീണ്ടും തംബ്നെയിൽസ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എന്ത് തംബ്നെയിൽസ് ആണ് അടുത്ത് ഇടുന്നത് ആർക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്ത് എടുത്തിട്ടതാണെന്ന്. ഇപ്പോഴും ഈ ആളുകളുടെ ആളുകളുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്, അല്ലാണ്ട് അവൻ ചെയ്തത് അല്ല സുജിൻ ചെയ്തത് തെറ്റാണെന്നല്ല. സുജിൻ അങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടത് പക്ക ബോറായി പോയി എന്ന് തന്നെയാണ് ഇത് കണ്ട വെളിവുള്ള എല്ലാവർക്കും മനസ്സിലായത്. എന്തൊരു ഭാര്യയല്ലേ, ഭാര്യയായി ഇങ്ങനെ വേണം. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതേപോലെ ഭർത്താവ് എന്ത് ഊളത്തരം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ എന്ത് സൂപ്പർ ലൈഫ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും സുജിൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അതിൽ പൂർണ്ണമായിട്ടും കാണാത്ത കുറച്ച് ആളുകൾ കാണും. ഇങ്ങനെ ജസ്റ്റ് തംബ്നെയിൽ മാത്രം നോക്കിയിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ കാണുമായിരിക്കും. ഈ വീഡിയോസ് ഫുള്ള് കാണാത്ത ആളുകൾ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ 100% വ്യൂസിൽ ഒരു 35% ആളുകളെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഈ 100 പേരിൽ 35% ആളുകൾ 35 പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ പെണ്ണ് അങ്ങനെയായിരുന്നു, നല്ല കൊച്ചായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളില്ലേ? ഈ 35 ആളുകൾ ചെന്ന് ഇതൊന്നും കാണാത്ത ആളുകളോട് ഇങ്ങനെ പറഞ്ഞത് ഇരട്ടിയാവത്തില്ലേ? ആ കൊച്ചിനൊരു ചീത്തപ്പേരാവത്തില്ലേ? എന്റെ പൊന്നു സുജിനെ, നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ല എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ സുജിനെ? അപ്പൊ അതൊരു തെറ്റല്ലേ സുജിനെ? എന്തായാലും സുജിന് പൊന്നൂസ് എന്ന് പറഞ്ഞ ഈ കുട്ടി ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇമാതിരി ഊളത്തരം മുഴുവൻ കാണിച്ചിട്ടും അവന്റെ കൂടെ നിന്ന് ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു കാര്യം തന്നെ. അല്ലാണ്ട് വേറെ പെൺകുട്ടികളായിരുന്നു താടിക്കൊരു തേമ്പ് വെച്ചത് എന്റെ യൂട്യൂബ് ഇന്നത്തോട് നിർത്തിക്കോണ്ടാണ് എന്റെ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ട് തേമ്പ് വെച്ച് കൊടുത്തിട്ട് വേറെ പണി വല്ലതും നോക്കി. എന്തായാലും അമ്മാതിരി വർത്തമാനമൊന്നും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നില്ലല്ലോ. അപ്പൊ ബാക്കി നോക്കട്ടെ. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ യൂട്യൂബിലൂടെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് റോൾ മോഡലായിട്ട് നിങ്ങളുടെ മക്കള്, നിങ്ങളൊരു ഒബ്വിയസ്ലി മക്കള് വലുതാവുമ്പോ എന്റെ അച്ഛനമ്മ എന്റെ ഇൻസ്പിറേഷൻ ആണ്, എന്റെ റോൾ മോഡലാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അടിപൊളി. അതാണ് ചോദ്യം, കറക്റ്റ് ചോദ്യം. ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ചോദിക്കാൻ, വിവരമുള്ള ആളുകൾ മുഴുവൻ ചോദിക്കാനിരുന്ന ചോദ്യമാണ് കുട്ടികൾ. നിങ്ങൾ ഈ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? സൂപ്പർ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഈ
ചാനലിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ചോദിച്ചാണ് ഇതെന്ന് തോന്നുന്നു. അടിപൊളി ചോദ്യം കേട്ടോ. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, ഞങ്ങളെല്ലാവരും ഇവരോട് നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും ഇവരോട് ചോദിക്കാനിരുന്ന ചോദ്യമാണ് കുട്ടികൾ, നിങ്ങൾ ഈ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് ആ കുട്ടികൾ എന്ത് ചെയ്തു എന്നുള്ളത്. ഇതിനുള്ള ഇവരുടെ മറുപടിയാണ് നമുക്ക് കേൾക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി വലിയ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം, പക്ഷെ മറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാകുമ്പോൾ ഏട്ടൻ പറയും ഈ സമയം കടന്നു പോകും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതൊക്കെ ഏത് വർഷത്തെ വീഡിയോസ് ആണെങ്കിലും നമുക്ക് ഏത് വർഷം വേണമെങ്കിലും കാണാം. അപ്പം ഈ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇത്രയും 4 വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ഇപ്പോഴാണ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇത്രയും കാലം അവരെ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നത്തിനിടയിൽ അവരെ നിങ്ങൾ ഇതാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഒരിക്കലും കുട്ടികളെ മുന്നിൽ ചെയ്യില്ല. അത് ശരി, കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ വഴക്കിടുവൊന്നും വേണ്ട. നിങ്ങളിത് ഈ വഴക്കിടുന്ന സംഭവം എടുത്ത് എങ്ങോട്ടാ ഇടുന്നത്? യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇടുന്നത്. പിള്ളേർക്ക് ഇത് കാണാൻ അത്ര വലിയ പാടുള്ള കാര്യമൊന്നും അല്ലല്ലോ. എന്റെ പൊന്നു സുജിനെ, പൊന്നൂസേ, എന്താ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും അല്ലല്ലോ. അവരിൽ എന്തായാലും ഫോൺ ഉണ്ട്. നിങ്ങൾ കാണിക്കുന്ന വീഡിയോയിലൊക്കെ അവരുടെ ഫോൺ ഇരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അവർക്ക്, അല്ലെങ്കിൽ പോട്ടെ, ഇവരിന്ന് വളർന്ന് വലുതായി വരുമ്പോൾ അവരോട് ആളുകൾ ചോദിക്കില്ല, നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരുന്നില്ല, ഇതേപോലുള്ള തംബ്നെയിൽസ് ഇട്ടിട്ടില്ലേ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ആളുകളെ പറ്റിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മെന്റൽ ട്രോമ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും വേണമെന്നേ ഞാൻ പറയുന്നു. ആ കുട്ടികൾ ഈ സമൂഹത്തിൽ നിന്ന് നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് നേരിടാൻ പോകുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്താ? യൂട്യൂബിൽ കയറിയിരുന്ന് അടി ഉണ്ടാക്കുന്ന ഫാമിലി അല്ലേ? അമ്മാതിരി ചോദ്യങ്ങൾ ആ കുട്ടികൾ കേൾക്കേണ്ടി വരുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇട്ട ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ കാണും. അതിപ്പോൾ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആളുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്തുമാത്രം വ്യൂയിലോട്ടാണ് പോയിക്കുന്നത്, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഈ യൂട്യൂബിലൊക്കെ ഇട്ട ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ ഉള്ള റീച്ച് ആവത്തല്ലോ. നിങ്ങളെ പോലത്തെ മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെയൊക്കെ വീഡിയോ എവിടം വരെയൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട്, ഇത്രയും നാൾ നിങ്ങൾ ആലോചിച്ചിട്ടില്ല ഇനി ഞങ്ങൾ കെയർ കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ ഞങ്ങൾ കെയർ കൊടുത്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, ഇനി ഞങ്ങൾ കെയർ കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇനിയെന്നല്ല, നിങ്ങൾ എപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളിട്ട ആ വീഡിയോസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. വളർന്ന് ഇപ്പം പോട്ടെ, ഇപ്പം അവർക്കൊന്നും അറിയത്തില്ല, തിരിച്ചറിയാൻ പറ്റുന്നൊരു പ്രായമൊന്നും അല്ല. നിങ്ങൾ അവരോട് ആരും ചോദിക്കാനും പോകുന്നില്ല. പക്ഷെ അവര് വളർന്നു വരുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ് നിങ്ങൾ ഇപ്പം തന്നെ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഇപ്പം റീച്ചും ഫെയിമും പൈസയും അല്ലായിരുന്നു നോക്കേണ്ടത്, കുട്ടികളുടെ ഭാവിയും കൂടി നോക്കേണ്ടതായിരുന്നു. ഇതൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ കുട്ടികൾ തിരിഞ്ഞു നിന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും, അച്ഛൻ പണ്ട് അമ്മയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ലായിരുന്നു, നിങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അടി കൂടുന്ന വീഡിയോ യൂട്യൂബിൽ എടുത്തിട്ട് ആളുകളെ മുഴുവൻ കാണിച്ചില്ലായിരുന്നോ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പം അവിടെയും നിങ്ങൾക്കും പ്രശ്നമുണ്ടാകും. ഈ കുട്ടികൾക്ക് മാത്രമല്ല, അപ്പം അവിടെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് വളരെ വലുതായിരിക്കും. ഇതിൽ ഒരൊറ്റ ചിന്ത ഉണ്ടായാൽ മതിയായിരുന്നു, നമ്മളിപ്പോൾ ഇന്നത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്കോ ദോഷം ചെയ്യുകയോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത് ദീർഘവീക്ഷണം എന്ന്. അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ ദീർഘവീക്ഷണോ അതേപോലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇതുവരെയൊക്കെ ചെയ്തു. ഇനിയെങ്കിലും ആ കുട്ടികളോട് സ്നേഹമുണ്ട് എങ്കിൽ അമ്മാതിരി വീഡിയോസ് ചെയ്യുക. നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്താൽ കാണാനും അത് റീച്ചിലോട്ട് വരാനും ഒരുപാട് ചാനലുകളുണ്ടല്ലോ. നിങ്ങളുടെ ചാനൽ മാത്രമാണോ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നത്? ഒരുപാട് ചാനൽ ചെയ്യുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ യൂട്യൂബിലെ തംബ്നെയിൽസും അല്ലെങ്കിൽ ടൈറ്റിൽസും അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ്സും ഒക്കെ ഇതേപോലെയാണോ? നിങ്ങൾ അതുപോലുള്ള വീഡിയോസ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല, ഇത് കാണുന്ന ആർക്കും പ്രശ്നമില്ല. ഇപ്പം ജസ്റ്റ് തൽക്കാലത്തേക്കുള്ളൊരു ഫെയിം മാത്രമാണ്, തൽക്കാലത്തേക്കുള്ളൊരു വ്യൂവർഷിപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ആ കുട്ടികളെ ഓർത്തെങ്കിലും നല്ല വീഡിയോസ് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമ്മൾ പറഞ്ഞത് കൊണ്ട് മാറാതിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ കുട്ടികളെ ഓർത്തെങ്കിലും നല്ല വീഡിയോസ് ചെയ്യുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. എന്തായാലും ഇത് കണ്ട ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു.